everyone, welcome to the world of digital marketing at Entri. So, ഒരു ബിസിനസ് ഫൗണ്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ബിസിനസ് കെട്ടിപ്പടുക്കുക എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമായിരിക്കും അല്ലേ. ഒരു ബിസിനസ് സ്വപ്നം കാണാത്തവരായിട്ട് വളരെ ചുരുക്കം ആൾക്കാരായിരിക്കും. ഒരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് ആലോചിക്കുന്നവരായിരിക്കും നമ്മൾ. എന്തിന് 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 18 വയസ്സാവേണ്ട ആവശ്യമില്ല, അതിനു മുമ്പ് ഒരു ബിസിനസ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് ആലോചിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ നമ്മളിൽ പലരും. ഇപ്പം ഞാൻ അടക്കമുള്ള ആൾക്കാർ. സോ ഒരു ബിസിനസ് സെറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു ഫൗണ്ടേഷൻ സെറ്റാണ്. എല്ലാത്തിനെയും അടിത്തറ സെറ്റായി കഴിഞ്ഞാലാണ് ബാക്കിയുള്ളതൊക്കെ കെട്ടിപ്പടുക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. സോ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും, മാർക്കറ്റിംഗ് മിക്സ് അല്ലെങ്കിൽ 4 P's ഓഫ് മാർക്കറ്റിംഗ്. വളരെ ചുരുക്കത്തിൽ വളരെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നമുക്ക് വേണം. ഇനി അതിനൊരു പ്രൈസ് വേണം, അത് എവിടെ വിൽക്കണം എന്നുള്ള പ്ലേസ് നമ്മൾക്ക് അറിയണം, ആൻഡ് ഇതിനെങ്ങനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇത് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രോഡക്റ്റ് നമ്മൾക്ക് എടുക്കാം. തേങ്ങ ആണ് ഞാൻ എൻ്റെ ബിസിനസ്സായിട്ട് ചൂസ് ചെയ്യുന്നത് നിങ്ങൾ വിചാരിച്ചു. തേങ്ങ എല്ലായിടത്തും അവൈലബിൾ ആണ് അല്ലേ. സൂപ്പർ മാർക്കറ്റിൽ പോയാലും നമുക്ക് അവിടെ കിട്ടും, നമ്മുടെ സാധാരണ പലചരക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ കിട്ടും, റോഡ് സൈഡിൽ പോയി കഴിഞ്ഞാൽ കിട്ടും, എല്ലായിടത്തും നമുക്ക് തേങ്ങ കിട്ടും. പക്ഷെ ഞാൻ വിൽക്കാൻ പോകുന്നത് ഒരു റേഞ്ച് ഓഫ് ആൾക്കാരുടെ ഇടക്കാണ്. അപ്പം ഞാൻ വിൽക്കാൻ പോകുന്ന തേങ്ങ എന്ന് പറയുന്നത് തേങ്ങ മൊത്തത്തിലല്ല, പകരം ഗ്രേറ്റഡ് കോക്കനട്ട് ആണ് ഞാൻ വിൽക്കാൻ വേണ്ടി പോകുന്നത്. സോ ഞാൻ ആദ്യത്തെ സ്റ്റേജിൽ എൻ്റെ പ്രോഡക്റ്റിന് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ തന്നെ ഡിഫൈൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം തരത്തിലുള്ള പ്രോഡക്റ്റ്, അതായത് ഇപ്പം ഒരു കോക്കനട്ട് ആണെങ്കിൽ പറഞ്ഞ പോലെ ഗ്രേറ്റഡ് കോക്കനട്ട് എനിക്ക് കൊടുക്കാം. അതേപോലെ തന്നെ ഇനിയിപ്പം വേണമെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈസി ടു കുക്ക് എന്നുള്ള രീതിയിൽ, അതായത് നമ്മൾ വീട്ടിലൊക്കെ മറ്റേ തേങ്ങ അരച്ച മീൻ കറിയും അങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കലില്ലേ, അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാം, മസാല കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഗ്രേറ്റഡ് കോക്കനട്ട് നമുക്ക് എടുക്കാം. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അങ്ങനെ തേങ്ങനെ കൊണ്ട് എന്തെല്ലാം സാധനങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റുമോ, തേങ്ങ പൗഡർ, ഇതെല്ലാം ആണ് എൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ ഞാൻ അവിടെ എൻ്റെ പ്രോഡക്റ്റിനെ ഡിഫൈൻ ചെയ്തു. ആൻഡ് അതിൻ്റെ USP എന്താണ്, മേ ബി, അതായത് USP എന്ന് വെച്ചാൽ യുണീക്ക് സെല്ലിംഗ് പ്രപ്പോസിഷൻ അല്ലെങ്കിൽ യുണീക്ക് സെല്ലിംഗ് പോയിന്റ്. എനിക്ക് അത് എൻ്റെ ഓഡിയൻസിലോട്ടേക്ക് എത്തിക്കണമെങ്കിൽ അതിനൊരു യുണീക്നെസ് വേണം. ബാക്കിയുള്ളവർ കൊടുക്കാത്തത് എന്തോ എനിക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. അല്ലെങ്കിൽ എൻ്റെ ഓഡിയൻസ്, എൻ്റെ കസ്റ്റമേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിനെ ഞാൻ റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിന് ഒരു സൊല്യൂഷൻ കൊടുക്കുന്ന രീതിയിലായിരിക്കണം ഞാൻ എൻ്റെ പ്രോഡക്റ്റിനെ ഡിഫൈൻ ചെയ്യേണ്ടത്. സോ ഇവിടെ ഈസി അവൈലബിൾ അല്ലെങ്കിൽ റെഡി ടു കുക്ക് എന്നുള്ളതൊക്കെ ആയിരിക്കാം എൻ്റെ പ്രോഡക്റ്റിന് ഞാൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള USP എന്ന് പറയുന്നത്. സോ ഇനീഷ്യൽ സ്റ്റേജിൽ അവിടെ എന്തായി, എനിക്ക് എൻ്റെ പ്രോഡക്റ്റ് സെറ്റ് ആയിട്ടുണ്ട്, ഇന്നതാണ് ഞാൻ വിൽക്കാൻ വേണ്ടി പോകുന്നത് തീരുമാനിച്ചു. ആൻഡ് അടുത്തതാണ് എനിക്ക് പ്രൈസ്. സോ പ്രൈസ് എന്താണ്, നമ്മൾ നോർമലി MRPയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ നമ്മളൊരു പുതിയ സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഡിസ്കൗണ്ട്സ്, ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ പ്രൈസ് എന്നുള്ള കാറ്റഗറി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ നോക്കാൻ ഉണ്ടാവും. നമുക്ക് കോമ്പറ്റീറ്റീവ് പ്രൈസ് നമുക്ക് നോക്കണം. ഇനീഷ്യൽ സ്റ്റേജിൽ എപ്പോഴും നമ്മളുടെ ബ്രാൻഡ്, നമ്മളുടെ പ്രോഡക്റ്റ് ആൾക്കാർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. മേ ബി അതിന് സീസണൽ പ്രൈസിങ് നമുക്ക് കൊടുക്കേണ്ടി വരും. ഇനിയിപ്പം വേറൊരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഇപ്പം നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, ഇവരൊക്കെ എന്താ ചെയ്യുന്നത്, നമ്മളെ കൊണ്ട് ഫ്രീ ആയിട്ട് അതങ്ങോട്ട് യൂസ് ചെയ്യിപ്പിച്ച് അവരുടെ എഡിക്റ്റ് ആക്കി വെച്ചിട്ട് അവസാനം അതിനി യൂസ് ചെയ്യാണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അവരെന്ത് ചെയ്യും, പിന്നീട് അതൊരു പ്രീമിയം വേർഷനായിട്ട് നമ്മളുടെ മുമ്പിൽ, അതായത് സബ്സ്ക്രിപ്ഷൻ മോഡൽ നമ്മളുടെ മുമ്പിൽ കൊണ്ടുവരും. സോ ആ രീതിയിൽ എങ്ങനെയാണ് എൻ്റെ പ്രോഡക്റ്റിന് എനിക്ക് പ്രൈസിങ് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റണം. സോ അതാണ് പ്രൈസിങ് സ്ട്രാറ്റജി. അല്ലാണ്ട് ചുമ്മാ വെറുതെ ഒരു തേങ്ങ 150 രൂപ ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു മറ്റേ കറി പൗഡറിന് ഇത്ര 200 രൂപ ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു തേങ്ങാ പൗഡറിന് ഇത്ര രൂപ, അങ്ങനെയല്ല നോക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ വേറെയും കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് അതിൻ്റെ പാക്കേജിങ് ആയിക്കോട്ടെ, അതിൻ്റെ മാനുഫാക്ചർ കോസ്റ്റ് ആയിക്കോട്ടെ, അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. സോ ഇതെല്ലാം നോക്കിയിട്ട് ഒരു പ്രൈസിങ് സ്ട്രാറ്റജി തന്നെയാണ് നിങ്ങളവിടെ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. ആൻഡ് മൂന്നാമത്തെ കാര്യമാണ് പ്ലേസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് ഏതാണോ അവിടെ കൊണ്ടുപോയി വിൽക്കുക, അല്ലെങ്കിൽ വേറെ തന്നെ ഒരു സ്റ്റോറ് തുടങ്ങിയിട്ട് ആൾക്കാർ ആരും ഇല്ലാത്ത, നമുക്ക് അത്യാവശ്യം പൈസ കുറച്ചിട്ടുള്ള ഒരു സ്ഥലം കിട്ടി, അവിടെ എന്നാൽ പിന്നെ ഈ ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു സ്റ്റോറ് കൊണ്ടുപോയി വെക്കുക. ഇനിയിപ്പോൾ അതല്ല, വേറെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ നമുക്ക് ചുമ്മാ ഒന്നും അറിയാണ്ട് വെറുതെ നമ്മളുടെ എന്താ പറയുക പ്രോഡക്റ്റ് വിൽക്കുക. ഇതല്ല ആക്ച്വലി പ്ലേസ് എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലേസ് എന്ന് പറയുമ്പം എൻ്റെ ഓഡിയൻസ്, ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന കാറ്റഗറി ഓഫ് ആൾക്കാർ എന്ന് വെച്ചാൽ സാധാരണക്കാരല്ല, പകരം എന്താണ്, ഗ്രേറ്റഡ് കോക്കനട്ട് യൂസ് ചെയ്യുന്ന, അത്യാവശ്യം പാക്കേജിങ് ചെയ്യുന്ന, അത്യാവശ്യം ബ്രാൻഡിങ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഞാൻ വിൽക്കുന്നത്. സോ ഒബ്വിയസ്ലി അതിൻ്റെ പ്രൈസ് ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പം എൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത്
വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിരിക്കാം, ഇനി അതല്ല കുറച്ച് ഹൈ പ്രീമിയം പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കാം. സോ അവർ ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലം ഏതായിരിക്കാം? അതിപ്പം ഹൈപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ, ഇനിയിപ്പം മാർക്കറ്റ് പ്ലേസസ് ലൈക്ക് ആമസോൺ, ഇപ്പം സെപ്റ്റോ ഉണ്ട്, ഇവിടെയൊക്കെ ആയിക്കോട്ടെ. ഇനി അതല്ല ഞാൻ തന്നെ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ത്രൂ വിൽക്കുന്നതായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എൻ്റെ ഓഡിയൻസിൻ്റെ എന്താ പറയുക, എൻ്റെ ഓഡിയൻസ് ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലം ഏതാണോ അതാണ് എൻ്റെ പ്ലേസ്. സോ അതാണ് എൻ്റെ പ്ലേസിങ് സ്ട്രാറ്റജിയിൽ ഞാൻ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ. ഏതൊക്കെ സ്ഥലത്ത് എൻ്റെ പ്രോഡക്റ്റ് എനിക്ക് വെക്കാം, ഏതൊക്കെ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രോഡക്റ്റിന് ആൾക്കാർ കാണാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് പ്ലേസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ആൻഡ് അവസാനമാണ് പ്രൊമോഷൻ. ഒബ്വിയസ്ലി പ്രൊമോഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നമ്മളുടെ ഓഡിയൻസിൻ്റെ അടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ബൈ ദിസ് പ്രോഡക്റ്റ് ഫോർ ഇത്ര പൈസ എന്നുള്ളതല്ല നമ്മൾ പറയേണ്ടത്. പകരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം കറക്റ്റായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം, ഈ ഒരു പ്രോഡക്റ്റ് അവർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ബെനിഫിറ്റ് ഉണ്ടാവുക, അവരുടെ ലൈഫ് എങ്ങനെയാണ് എളുപ്പമാവുക, അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ബാക്കിയുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിൽ നിന്നും എന്താണ് ഡിഫറൻസ് അവരുടെ ലൈഫിൽ കൊണ്ടുവരുന്നത്, ബേസിക്കലി അവരുടെ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളതായിരിക്കണം അവിടെ കമ്മ്യൂണിക്കേഷനിൽ പോകേണ്ടത്. ആൻഡ് വേറൊരു കാര്യം കൂടി ഉണ്ട്. പ്രോബ്ലം സോൾവിങ്ങിൻ്റെ കേസ് പറയുമ്പം ചില മാർക്കറ്റിംഗ് രീതികൾ ചില പ്രോഡക്റ്റ് ഡിമാൻഡ് ഉണ്ടാക്കുക കൂടി ചെയ്യുന്നുണ്ട്. അതായത് ചില പരസ്യങ്ങൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നലില്ലേ ഇതെനിക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല, പക്ഷെ ചില ആഡുകൾ കാണുമ്പോൾ, ചില റീൽസ് കാണുമ്പോൾ ആഹാ കൊള്ളാലോ, ഇതെനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി എളുപ്പമായിരിക്കുമല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നലില്ലേ? സോ അതാണ് ബേസിക്കലി ഡിമാൻഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ആ രീതിയിൽ ആവശ്യമില്ലാത്ത ഒരാൾക്ക് അത് കാണുമ്പോൾ ഇത് യൂസ് ചെയ്ത് നന്നായിരിക്കും എന്നുള്ള ആവശ്യം ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ ഡിമാൻഡ് ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ആ രീതിയിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല കാര്യമാണ്. ആൻഡ് ഈ ഒരു 4 പീസിന് ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുമ്പം നമുക്കതിന് 4C എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് പ്രോഡക്റ്റിന് പകരം കസ്റ്റമറിൻ്റെ നീഡ്, ആൻഡ് പ്രൈസിന് പകരം കോസ്റ്റ് സാറ്റിസ്ഫൈ, അതായത് നിങ്ങളുടെ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള പ്രൈസ്. ആൻഡ് തേർഡ് P പ്ലേസ്, അതായത് കൺവീനിയൻസ്. നിങ്ങളുടെ കസ്റ്റമറിന് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലം ഏതാണോ അവിടെ നിങ്ങളുടെ പ്രോഡക്റ്റിനെ പ്ലേസ് ചെയ്യുക. ആൻഡ് ദ ലാസ്റ്റ് വൺ പ്രൊമോഷൻ, അതാണ് കമ്മ്യൂണിക്കേഷൻ. ഏത് രീതിയിലാണ് നിങ്ങളുടെ പ്രോഡക്റ്റിനെ അവരിലോട്ടേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ദാറ്റ് ഈസ് ബേസിക്കലി മാർക്കറ്റിംഗ്. അത് പല മാർക്കറ്റിംഗ് രീതികളും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യാം, ട്രഡീഷണൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യാം. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്കത് ചൂസ് ചെയ്യാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു മാർക്കറ്റിംഗ് ഫോം ഇന്നത്തെ കാലത്ത്. സോ അതൊരിക്കലും നിങ്ങൾക്ക് മിസ് ചെയ്യാനും സാധിക്കില്ല. അപ്പം ഈ ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇനീഷ്യൽ സ്റ്റെപ്പ് നിങ്ങൾക്കൊന്ന് ഈസി ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾ സെല് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ബിസിനസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 4P ഒന്ന് സെറ്റ് ചെയ്തിട്ട് കോമൻറ്റ് ബോക്സിൽ ഇട്ടേക്ക്. ആൻഡ് നിങ്ങൾക്കൊരു ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ എങ്ങനെയാണ് എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വയം ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരും ഒന്ന് കോമൻറ്റ് ബോക്സിൽ വന്നേക്ക്. നമ്മളടുത്ത് ഒരു 5 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൺഫ്യൂഷൻസ് ഒക്കെ മാറി കിട്ടും. ആൻഡ് നിങ്ങൾക്ക് നല്ലൊരു ഡിസിഷൻ എടുക്കാനും സാധിക്കും. സോ ഇതേപോലത്തെ വീഡിയോസിനായി നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.